കൊപ്പത്ത് LDFിൻ്റെ നേതൃത്വത്തിൽ ജൂലൈ 12 ബഹുജന കൂട്ടായ്മയും ആദരിക്കൽ ചടങ്ങും നടത്തും. പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നടത്തുന്ന കുപ്രചരണങ്ങൾക്ക് എതിരെയാണ് ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF ഭരിക്കുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ UDF നിരന്തരം അപവാദ പ്രചരണങ്ങൾ അഴിച്ചുവിടുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. ഇതിനെതിരെയും ഭരണസമിതിയുടെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമായാണ് ഈ മാസം 12 LDFിൻ്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 10 നടക്കുന്ന കൂട്ടായ്മയിൽ മുഹമ്മദ് മൂസിൻ MLA, ഡോക്ടർ സരീൻ തുടങ്ങിയവർ പങ്കെടുക്കും. 100 ദിവസം പൂർത്തീകരിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളെയും കുടുംബശ്രീ കലാമേളയിൽ പങ്കെടുത്തവരെയും കൂട്ടായ്മയിൽ അനുമോദിക്കും. വിവിധ നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ഭരണസമിതിക്കും അനുമോദനം നൽകുമെന്നും നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 1.5 കൊല്ലമാണ് UDFിൻ്റെ ഭരണ സംവിധാനം ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള 3.5 കൊല്ലക്കാലം LDF നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിരവധിയാണ്. അത് ഓരോ മേഖലയിലും എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളത്തിൻ്റെ പൊതുവികസനത്തോടൊപ്പം നിൽക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പദ്ധതി വിഹിതം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നമുക്കറിയാം, കേരള സംസ്ഥാനത്ത് 5ാം സ്ഥാനമാണ്. 1000-ലധികം പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തൊക്കെ ഉണ്ട്. ഇങ്ങനെ ഓരോ ഘടകം എടുത്ത് പരിശോധിച്ചാലും സംസ്ഥാനത്ത് 5ാം സ്ഥാനത്തും നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനത്തുമാണ്. മാത്രമല്ല 100%, 114% അഡ്വാൻസായി തുക വിനിയോഗിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത്. അപ്പോൾ ആ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരായി ഇപ്പോൾ അടുത്ത കാലത്തായി ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു എന്നതുകൊണ്ട് തന്നെ UDF പ്രധാനമായും BJPയുടെയും ചില പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ടായി. അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളപ്രചാര വേലകളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ 12-ാം തീയതി ശനിയാഴ്ച കാലത്ത് 10 മണിക്ക് കൊപ്പം സെൻറ്ററിൽ ഒരു വലിയ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിക്കുകയാണ്. നിരവധി വികസന പദ്ധതികളാണ് LDF ഭരണസമിതി പഞ്ചായത്തിൽ നടപ്പാക്കിയത്. എല്ലാ രംഗങ്ങളിലും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. കൊപ്പം ടൗൺ നവീകരണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാവശ്യമായ നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചുവെന്നും ഇവർ പറഞ്ഞു. ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് UDFിൻ്റെ അധികാരക്കൊതി BJPയെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ആ LDF ഭരണസമിതിയെ അട്ടിമറിച്ച് അവരെ കോലീബി ഭരണം ഏകദേശം 1.5 വർഷത്തിലധികം പഞ്ചായത്ത് ഭരണം കഴിയാതെ ആ ഒരു 2 വർഷത്തെ ഭരണം കൊപ്പം പഞ്ചായത്തിനുണ്ടാക്കിയ എല്ലാ നേട്ടങ്ങളെയും പുറകോട്ടടിക്കുക. നമ്മുടെ ജലജീവൻ മിഷൻ പദ്ധതി വന്നതിൻ്റെ ഭാഗമായി എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചതിൻ്റെ ഭാഗമായി വലിയ ദുരിതത്തിലായി. ആ റോഡ് വികസനത്തിനായി കിട്ടിയ 2,26,00,000 രൂപ ചെലവഴിക്കാതെ ഒരു 60 ലക്ഷം രൂപയോളം, 1/2 കോടിയിലധികം രൂപ ചെലവഴിക്കാതെ ലാപ്സാക്കി കളയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരായി വലിയ പൊതുജന പ്രക്ഷോഭം ഉയർന്നതാണ്. മാത്രമല്ല UDF ഏത് കാലത്തും പറയുന്നതാണ് പട്ടികജാതി വികസന ഫണ്ട് ചെലവഴിക്കുന്നില്ല എന്ന കപട നാടകത്തിൽ സമരം നടത്തിയത്. പക്ഷേ അവർ ഭരണത്തിൽ വന്ന് ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. വാർത്താ സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗം U അജയ്കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് K ബീന, മറ്റ് നേതാക്കളായ A സോമൻ, M രാജൻ, K മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. The world's greatest wedding collection, Emmanuel Silks, M Space Shopping Center, Mele Patambi.